ഹായ്, ഇത് നമ്മളന്ന് DAP ഒക്കെ കൊടുത്ത് നിർത്തി നമ്മുടെ വയലറ്റ് ജാസ്മിൻ. DAP കൊടുത്തിട്ടും ഒരു ചേഞ്ചും ഇല്ല കേട്ടോ, ഫ്ലവർ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ എന്താ DAP പ്രവർത്തിക്കുന്നില്ലായോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ നമ്മുടെ റോസയ്ക്കൊക്കെ നല്ല ചേഞ്ച് ഉണ്ടല്ലോ, ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം നമുക്ക് കണ്ടെത്തണ്ടേ? അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ മണ്ണൊക്കെ കുടഞ്ഞിട്ടിട്ടുണ്ട്. അത് ഫുള്ള് ബ്ലോക്കായ അവസ്ഥയാണ്. എന്തായാലും നമുക്ക് ഇനൊന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തെടുക്കണം. പോട്ട് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റൂട്ട് അങ്ങ് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ. ഇനിയും നമുക്ക് പോട്ട് വേണം. അതിനായിട്ട് നമ്മൾ DAP കൊടുത്തിട്ട് ഒരു ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്നത് നമ്മുടെ വേറൊരു ഹൈട്രാഞ്ചിയ കുട്ടിയെ മാറ്റി നടാമെന്ന് വിചാരിച്ചു. ഹൈട്രാഞ്ചിയ ആർത്തുല്ലസിച്ചങ്ങ് വളർന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും ഫ്ലവർ ആയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ കുഴിച്ചു കേട്ടോ, തറയിൽ വെക്കാമെന്ന് പറഞ്ഞാൽ കുഴിച്ചപ്പോഴത്തേനും നമ്മുടെ മൺവെട്ടി വേറെ ഏതോ കല്ല് കൊള്ളുന്ന പോലെ വെട്ടുകൊള്ളുന്നുണ്ടേ. അങ്ങനെ ഞാൻ കയ്യൊക്കെ ഇട്ട് നോക്കിയപ്പോഴാണ് ഉപ്പാപ്പ അവിടെ ചേന കുഴിച്ചു വെച്ച സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒന്നും ഉപ്പാപ്പ കാണാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെ. അങ്ങനെ ഇനി എവിടെ വെക്കുന്ന ഒരു സെക്കൻഡ് ചിന്തതിന് ശേഷം അടുത്ത സ്ഥലം കുഴിച്ചു കേട്ടോ. അവിടെ ചേന അല്ല, ഫുള്ള് പാറക്കല്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഒരു ചെറിയ കുഴി എടുത്തിട്ടുണ്ടേ. ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ, ദേ കിടക്കുന്നു ഹൈട്രാഞ്ച്. പിന്നെ നമ്മൾ ആ ചെറിയ കുഴിയിൽ അതിനെ വെച്ചങ്ങ് സെറ്റാക്കിയിട്ടുണ്ടേ. ഇനിയും ഉണ്ട് ഒരു വയലറ്റ് ജാസ്മിനും കൂടി, അതിനെ എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. അതിനെയും പിന്നെ അവസാനം കുടഞ്ഞൊക്കെ ഇട്ട് നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയിരുന്നു, പക്ഷേ റൂട്ട് ഒത്തിരി തിങ്ങിപ്പോയതുകൊണ്ടായിരിക്കണം കേട്ടോ. പിന്നെ വഴിയുടെ സൈഡിൽ ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്ന് അതിനെ നട്ടങ്ങ് സെറ്റാക്കി. ഇനി ഇതൊക്കെ ഫ്ലവർ ആവും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്റ്റേ ഹാപ്പി.